ഇന്നാണെങ്കിൽ ഉച്ചക്കത്തേക്ക് അവിയലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ മുരിങ്ങക്കോലെല്ലാം പറിച്ചത് ഫ്രിഡ്ജിൽ വെച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് മേളിൽ മുരിങ്ങക്കോലയിലല്ല മുരിങ്ങക്കോലുണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി 2-3 പറിച്ചിട്ട് വന്നു കേട്ടോ. അവിയൽ വെക്കാൻ വേണ്ടിയിട്ട് മാത്രമേ പറിച്ചിട്ടുള്ളൂ. അത് മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അത് ക്യാരറ്റും അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോൾ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. സാധാരണ ഞാൻ ചിരണ്ടുമ്പോൾ 1-2 തേങ്ങ ഒരുമിച്ച് ചിരണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ എളുപ്പമാവുമല്ലോ അതുകൊണ്ട്. പക്ഷേ ഇന്ന് തേങ്ങയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു തേങ്ങയും കൂടി ചിരണ്ടി എടുത്തതിന് ശേഷം അവിയലിനുള്ള അരപ്പൊക്കെ റെഡിയാക്കിയിട്ട് അവിയലും അങ്ങ് കറി വെച്ചു. പിന്നെ ഉണക്കമീനും കൂടെ വറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണക്കമീൻ രാവിലെ തന്നെ ഉപ്പ് പോകാൻ വേണ്ടി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിനകത്ത് മുളക് പൊടിയൊക്കെ തിരുമ്മിയിട്ട് അത് വറക്കാൻ വേണ്ടി വെച്ചു. കുപ്പിയെല്ലാം ഇങ്ങനെ മേലെ അടുക്കി വെച്ചേക്കുന്ന സച്ചുവിൻ്റെ പണിയാണ് കേട്ടോ. പിന്നെ ഞാനത് മീൻ വറന്ന് വരുന്നേരം വരെ കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ച് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നേ. അത് എപ്പോഴും വെക്കുന്ന പോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. അത് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അത് ഉച്ചക്കത്തേക്കുള്ള അവിയലും ചിക്കനും മീൻ വറുത്തതും ഒക്കെ ആയി. പിന്നെ അച്ചാറിൻ്റെ ചാറ് കൂടിയാണ് കേട്ടോ എടുത്തത്. കാന്താരി മുളകും ചമ്മന്തിയും ഇന്നലത്തെ ബീട്രൂട്ട്